നമ്മോടൊപ്പം ചേരുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. പ്രീണന രാഷ്ട്രീയം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ ഇന്നിപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടല്ലോ, ഡൽഹിയിൽ നടന്ന ഒരു ബോംബ് എക്സ്പ്ലോഷൻ, ടെറർ അറ്റാക്കും, പിന്നെ ഫരീദാബാദിൽ ഒരു വലിയൊരു ഗൂഢാലോചനയെക്കുറിച്ച് നമ്മുടെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസീസ് എല്ലാം കണ്ടുപിടിച്ചു, അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്തു. ഇതെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കേണ്ടത് ഒരു കൃത്യമായൊരു കാര്യമാണ്. അത് ഈ നാട്ടിൽ ചില രാഷ്ട്രീയക്കാർ, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലെ സംഘടനകളെല്ലാം പിന്തുണയെടുത്ത് രാഷ്ട്രീയം കളിക്കുന്നവർ അപകട രാഷ്ട്രീയമാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ നിലമ്പൂർ ഇലക്ഷനിൽ പറഞ്ഞ കാര്യമാണ് ഇന്ന് കൃത്യമായി റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യരുത്. ഇത് നാടിനും വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഒരു അപകടമാണ്. ഇവരെല്ലാം ദേശവിരുദ്ധ, ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഡെമോക്രസി, ആൻറ്റി സെക്യുലറിസം ഫോഴ്സസാണ്. അവരെ പിന്തുണ എടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നത് ഒരു തെറ്റാണ്. ജനങ്ങളെ ചതിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീണന രാഷ്ട്രീയം ചെയ്യുന്നവർ ഇവിടെ സെക്യുലറിസം എന്താണ്, മതേതരത്വം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ, മലയാളി മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും തീരുമാനിക്കും. അവർ ഭരണഘടനയിൽ തെളിച്ച ഒരു സെക്യുലറിസം എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പാകിസ്ഥാൻ സഹായിക്കുന്ന ഓർഗനൈസേഷൻസ് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു അപകടമാണെന്ന് ഞാൻ കോൺഗ്രസിനും CPMനോട് പറയുന്നു. ഫരീദാബാദിലടക്കം ഒരു രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് സംശയം ഇല്ല. അത് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു സത്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവരെ ന്യായീകരിക്കാൻ കുറേ രാഷ്ട്രീയക്കാരുണ്ട്. നമ്മൾ പഹൽഗാം ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ, കോൺഗ്രസ്സുകാരും CPMകാരും വലിയ അവരുടെ മുതിർന്ന നേതാക്കന്മാർ അത് ന്യായീകരിക്കാൻ ഇറങ്ങി. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഡൈനസ്റ്റീൻ്റെ മരുമകൻ പറഞ്ഞല്ലോ, ഇത് 370 കാരണമാണ് പഹൽഗാമിൽ ഭീകരവാദം നടക്കുന്നത്. CPMൻ്റെ MA ബേബി പറഞ്ഞു ഇത് പാകിസ്ഥാൻ ടെററിസം അല്ല, ഇതിൻ്റെ കാരണം നമ്മൾ 370 റിപ്പീലാണ്. ഇന്നും കോൺഗ്രസിൻ്റെ ചിദംബരം അതന്നെ പറയുന്നത്. അപ്പോൾ അവർ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിന് എനിക്ക് എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല. പക്ഷേ അവർ ചെയ്യുന്നതെല്ലാം, അവർ ചെയ്യുന്ന ദ്രോഹം, അവർ ചെയ്യുന്ന കൊലപാതകങ്ങളെല്ലാം ന്യായീകരിക്കാൻ കോൺഗ്രസും CPM നന്നായി ആദ്യം ഉറങ്ങിയിട്ടുണ്ട്, ഇന്നും ഉറങ്ങുന്നു, ഇനിയും ഉറങ്ങും എന്ന് ഇതിലൊരു വ്യക്തത നമുക്ക് എല്ലാവർക്കും ഉണ്ട്.